ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്മൂത്തനിങ് വീഡിയോയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഹെയർ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പിന് വേണ്ടി എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തൊരു ചേച്ചിയുണ്ട്. ഞാൻ ആ ചേച്ചിയെ കൂടെ എപ്പോഴും ഇതുപോലുള്ള വർക്കിന് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ നന്നായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ടവൽ ഡ്രൈ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഒരല്പം മുടി മുറിക്കുന്നുണ്ട്. മുറിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ സ്മൂത്തനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മുടി മുറിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ മുടി മുറിച്ചിട്ടാണ് സ്മൂത്തനിങ് ചെയ്യുന്നതായിരിക്കും നമുക്കെപ്പോഴും നല്ലത്. അതിനുശേഷം നന്നായിട്ട് ഡ്രയർ ഉപയോഗിച്ച് ഹെയർ ഉണക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ മുടി സെക്ഷൻ എടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് കുറച്ച് മുടി എടുത്തിട്ട് വേണം നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ. അത് നന്നായിട്ട് ഇട്ട ശേഷം വിരലുകൾ ഉപയോഗിച്ച് മുടിയിലേക്ക് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് സെക്ഷൻ എടുത്ത് ഫുൾ മുടിയും ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം മുടി ഓക്കെ ആയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ഞാൻ ചെക്ക് ചെയ്യുകയാണ് 20 മിനിറ്റിന് ശേഷം. അപ്പോൾ മുടി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകണം. ഒരു ക്രീം പോലും മുടിയിലുണ്ടാവാൻ പാടില്ല. അതിനുശേഷം വീണ്ടും ടവൽ ഡ്രൈ കൊടുത്ത ശേഷം ഡ്രയർ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും അത് ഉണക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫുൾ മുടി ഉണക്കിയ ശേഷമാണ് നമുക്ക് അയണിങ്ങിലേക്ക് പോകേണ്ടത്. അപ്പോൾ അയണിങ്ങിനായിട്ട് നമ്മൾ വീണ്ടും മുടി നന്നായിട്ട് സെക്ഷൻ ചെയ്ത് വെക്കണം. സെക്ഷൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിന് മുടി അയൺ ചെയ്യാൻ പറ്റൂ. ഏകദേശം ഇങ്ങനെ ഒരു 3 സെക്ഷൻ എടുത്താൽ മതിയാവും. ആരെങ്കിലും ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽപ്പിന് ചേച്ചിയെ വിളിക്കുന്നത്. ഇനി അയണിങ് ചെയ്ത് തുടങ്ങാം. അപ്പോഴത്തേക്ക് എനിക്കൊരു കസ്റ്റമർ വന്നു. അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അയണിങ്ങിലേക്ക് പോകുന്നത്. നന്നായിട്ട് നമ്മൾ അയൺ ചെയ്യണം. അയൺ ചെയ്യുന്നതിലാണ് നമുക്ക് മുടി എത്രത്തോളം പെർഫെക്റ്റായിട്ട് കിടക്കുമെന്ന് നമുക്ക് അയൺ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അയൺ ചെയ്തതിന് ശേഷമുള്ള മുടി. നമുക്കിനി അതിലേക്ക് ന്യൂട്രൈസർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് വീണ്ടും സെക്ഷൻ എടുത്ത് ന്യൂട്രൈസർ അപ്ലൈ ചെയ്യണം. അതും ഇതുപോലെ വിരൽ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഹെയറിലേക്ക് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. അതിനുശേഷം മുടി വീണ്ടും നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യും. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.